റിപ്പോർട്ടർ ലഹരിക്കെതിരെയുള്ള വലിയൊരു പോരാട്ടത്തിലാണ്. റിപ്പോർട്ടറിന്റെ വാർ അഗെയിൻസ്റ്റ് ഡ്രഗ്സ് എന്ന് പറയുന്ന ക്യാമ്പയിൻ ഇതിനോടകം തന്നെ സമൂഹം മുഴുവൻ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ റിപ്പോർട്ടറിന് വലിയ രീതിയിലുള്ള സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് മാത്തൂരിനടുത്തുള്ള ചുങ്ങമന്നം എന്ന് പറയുന്ന പ്രദേശത്താണ്. ഇവിടെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വലിയൊരു യുവാക്കളുടെ കൂട്ടായ്മ ലഹരിയെ ഈ നാട്ടിൽ നിന്നും തുടച്ചു നീക്കാനുള്ള ശ്രമവുമായി രംഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. സിനിമയാണ് ലഹരി എന്ന ഒരു വാക്കിലൂടെ അല്ലെങ്കിൽ ക്യാമ്പയിനിലൂടെയാണ് അവർ ഈ നാട്ടിൽ നിന്നും ലഹരിയെ തുടച്ചു നീക്കാനുള്ള ശ്രമമായി ഇപ്പോൾ മുന്നിട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ എനിക്കൊപ്പം ഡിവൈഎഫ്ഐയുടെ ഈ ചുങ്ങമന്നത്തെയും മാത്തൂരിലെയും ഭാരവാഹികൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ശരിക്കും നിങ്ങളുടെ ഈ പോരാട്ടത്തിലൂടെ മനസ്സിലാക്കി? നിങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെ ഈ മാത്തൂരിനകത്ത് ഇനി മുതൽ ഡ്രഗ്സ് വേണ്ട, അത് പൂർണ്ണമായും ഒഴിവാക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ ദൃഢനിശ്ചയം എടുത്തിരിക്കുന്നത്. കാരണം ഇപ്പോൾ നമ്മൾ ദൃശ്യമാധ്യമം കാണുന്നുണ്ട് ഈ കുറച്ചു കാലങ്ങളായിട്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ. അപ്പോൾ ഇതിനെല്ലാം വിരൽ ചൂണ്ടുന്ന ലഹരിയിലേക്കാണ്. അപ്പോൾ നമ്മൾ കണ്ടു ചെറിയ കുട്ടികൾ പോലും എന്താ വെച്ച് കഴിഞ്ഞാൽ പരസ്പരം കളിച്ചു വളരേണ്ട പ്രായത്തിൽ അവരെ കൊല്ലണം, അത് കൊന്ന് മാസ് കാണിക്കുന്ന രീതിയിലേക്ക് മാറുന്നുണ്ട്. ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്നത് ഇവിടുത്തെ ലഹരി കൂട്ടായ്മ തന്നെയാണ്. അപ്പോൾ അതിനെ ഈ മാത്തൂരിൽ നിന്നും പൂർണ്ണമായി തുടച്ചു നോക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് നമ്മൾ ഈ പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ആദ്യം ഇതിനെതിരെ ഒരു ബദൽ ക്യാമ്പയിൻ ഡിവൈഎഫ്ഐ ഒരുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ആശയങ്ങൾ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഏറ്റവും അവസാനത്തെ ആശയം സിനിമയാണ് ലഹരി എന്നത്. ഇവിടെ ഒരു കൂട്ടം സിനിമാ പ്രേമികളുണ്ട്. സിനിമാ പ്രേമികളാണ് ഈ ആശയം ഞങ്ങൾക്ക് മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്. അവരിതിനു വേണ്ടിയിട്ട് നമുക്ക് സഹായവും അവർ തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സിനിമയാണ് ലഹരി എന്ന് മാത്രമല്ല, നമ്മൾക്ക് ലഹരി ആവശ്യമുള്ള എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലഹരി ആവശ്യം അത് എവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ, നമ്മളുടെ പാഷനിലേക്ക് നമ്മൾ ലഹരി കണ്ടെത്തും എന്നൊരു ഉദ്ദേശം കൂടി ഇവിടുത്തെ ഡിവൈഎഫ്ഐ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഒരു CID മൂസ അതുപോലെ തന്നെ ഗില്ലി ആ സിനിമകളെ പ്രദർശിപ്പിച്ചുകൊണ്ട് ആളുകളെ ഇവിടെ എത്തിക്കുക. എന്നിട്ട് അവർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിർദ്ദേശം കൊടുക്കുക, ഇവിടെ ലഹരി പൂർണ്ണമായി ഒഴിവാക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങളുടെ അവരുടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഈ പരിപാടി ഇവിടെ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ലഹരി ഉപയോഗിക്കുന്ന ആരും തന്നെ വേണ്ട, അവരൊക്കെ പൂർണ്ണ മുക്തമാക്കിക്കൊണ്ട് ഈ നാടിനെ ശുചീകരിക്കുക എന്ന ലക്ഷ്യമാണല്ലോ. അതെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഇതിപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും, സമൂഹത്തിനകത്ത് കേരളത്തിലെ മൊത്തം സമൂഹത്തിലും ക്യാമ്പസുകളിൽ പോലും ചെറിയ പ്രായത്തിലുള്ള കുട്ടികളെ പോലും ലഹരിക്ക് അടിമപ്പെടുന്ന ഒരു അവസ്ഥ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലഹരി മാഫിയ കൈയടക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വരും തലമുറയെ, ചെറുപ്പക്കാരെ, ചെറിയ വിദ്യാർത്ഥികളെ പോലും ലഹരിക്ക് അടിമപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് തീർച്ചയായും നമ്മുടെ സമൂഹത്തെ നശിപ്പിക്കും. അപ്പോൾ അതിനെതിരെ ഡിവൈഎഫ്ഐ മാത്തൂർ മേഖലാ കമ്മിറ്റി ഒരു ക്യാമ്പയിൻ സംഘടിപ്പിക്കണമെന്ന് ആവശ്യപ്പോൾ അവർ തീരുമാനിക്കുകയും അതിലൊരു ഫാക്ഷൻ എന്ന നിലയിൽ ഒരു സിനിമയാണ് ലഹരി. അതുപോലെ ഞാൻ ഓരോരുത്തർക്കും ഓരോ എടുക്കാം. ഒരു ഫുട്ബോൾ ലഹരിയായിട്ട് എടുക്കുന്നവരുണ്ട്, വായന ലഹരിയായിട്ട് എടുക്കുന്നവരുണ്ട്, കായിക വിനോദങ്ങൾ ലഹരിയായി എടുക്കുന്നവരുണ്ട്. അങ്ങനെ പല രീതിക്കുള്ള വിനോദങ്ങളാണ് നമ്മുടെ ലഹരി എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ഡിവൈഎഫ്ഐയുടെ മേഖലാ കമ്മിറ്റി ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചത്. അതിന് ഈ വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കാണ് ഈ സമൂഹത്തെ ലഹരിയിൽ നിന്ന് മുക്തമാക്കാനും നല്ലൊരു സമൂഹം വാർത്തെടുക്കാനും കഴിയുമെന്നുള്ളത് ഒരു വിശ്വാസവും കൂടി നമ്മൾക്കുണ്ട്. എത്ര ദിവസം തുടരും? ഇതിപ്പോൾ ഇനി മുതൽ അങ്ങോട്ട് ഇതിൻ്റെ പരിപാടികൾ തന്നെയാണ്. അപ്പോൾ അതിൽ പ്രാരംഭഘട്ടം എന്ന നിലയ്ക്കാണ് നമ്മൾ ഇന്നൊരു പരിപാടി ചെയ്തിരിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു എൻ്റർടൈനിങ്ങിലൂടെ ഒരു പരിപാടി ആളുകളിലേക്ക് എത്തിക്കാവുന്ന ഒരു ഉദ്ദേശം കൂടി ഇവിടെയുണ്ട്. കാരണം ഒരു കേരള സമൂഹത്തിൽ ഒരു സാധാരണക്കാരൻ രാവിലെ പണിക്ക് പോയി വൈകിട്ട് ഇവിടെ എത്തി, അവനെന്താ വെച്ച് കഴിഞ്ഞാൽ വേറെ എൻ്റർടൈനിങ് പർപ്പസുകളൊന്നുമില്ല. അതുകൊണ്ടായിരിക്കാം ഇവരൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ലഹരിയിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ നിരന്തരം അവരെ അതിൽ നിന്ന് മുക്തമാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ എൻ്റർടൈനിങ് ആയിട്ടുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുക. അതുപോലെ തന്നെ ആളുകൾ കൂടുതൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു അവബോധം സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ പരിപാടി ചെയ്യുന്നത്. തുടർന്ന് അങ്ങോട്ട് ഈ പരിപാടികൾ ഉണ്ടാവും. വലിയൊരു ആശയമാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ ഇപ്പോൾ പാലക്കാട് മാത്തൂർ ചുങ്ങമന്നത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും വിനോദം ആളുകൾക്ക് വേണം, വലിയ രീതിയിൽ ലഹരി വേണം. പക്ഷേ ആ ലഹരി എന്ന് പറയുന്നത് മനുഷ്യനെ സന്തോഷമുണ്ടാക്കുന്ന രീതിയിലായിരിക്കണം, മനുഷ്യന് സമൂഹത്തിന് സന്തോഷമുണ്ടാക്കുന്ന രീതിയിലായിരിക്കണം. അത്തരത്തിലൊരു ലഹരിയായി സിനിമയെ പോലുള്ള അല്ലെങ്കിൽ കലാകായിക മത്സരങ്ങളെ പോലുള്ള കാര്യങ്ങൾ സ്വീകരിക്കണമെന്നുള്ളതാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ ഇത്തരത്തിലുള്ള ആശയങ്ങളിലൂടെ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഏതായാലും ഇനിയും നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള എല്ലാ മേഖലയിൽ നിന്നുള്ള ആളുകളും ഇത്തരത്തിൽ റിപ്പോർട്ട് നടത്തുന്നത് പോലുള്ള ഈ ക്യാമ്പയിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇനി ലഹരിയെ ഈ നാടുകളിൽ നിന്ന് തുടച്ചു നീക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് വരണം. വീഡിയോ ജേർണലിസ്റ്റ് വിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ ആർക്കലീൻ, റിപ്പോർട്ടർ പാലക്കാട്.